പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായിട്ടും കോഴിക്കോട് തോപ്പയിൽ ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സ്വന്തം സ്കൂൾ കെട്ടിടത്തിലേക്ക് മടങ്ങാനായിട്ടില്ല. 103 വർഷത്തെ പാരമ്പര്യമുള്ള വിദ്യാലയം ഇപ്പോഴും പ്രവർത്തിക്കുന്നത് അയൽപ്പക്കത്തെ വാടക കെട്ടിടത്തിലാണ്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് സ്കൂളിലെ പഴയ കെട്ടിടം പൊളിച്ചുമാറ്റിയിരുന്നു. തുടർന്ന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ നീണ്ടുപോയതോടെയാണ് വിദ്യാർത്ഥികൾക്ക് വാടക കെട്ടിടത്തെ ആശ്രയിക്കേണ്ടി വന്നത്. പരിമിതമായ സ്ഥലവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ക്ലാസ് മുറികളുടെ കുറവും കളിസ്ഥലം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുടെ അഭാവവും പഠനാന്തരീക്ഷത്തെ പ്രതികൂലമായി ബാധിക്കുന്നതായി രക്ഷിതാക്കളും ചൂണ്ടിക്കാട്ടുന്നു. 2025 മെയ് 16 സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടത്. 2.15 കോടി രൂപ ചെലവിലാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം. കോർപ്പറേഷൻ പദ്ധതി വിഹിതത്തിലെ 1.15 കോടി ചെലവിട്ടാണ് ആദ്യഘട്ടം പൂർത്തിയാക്കിയത്. ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള വിദ്യാലയത്തിന്റെ പുനർനിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കി കുട്ടികൾക്ക് മെച്ചപ്പെട്ട പഠന സാഹചര്യം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം. പുതിയ അധ്യയന വർഷം ആരംഭിച്ച സാഹചര്യത്തിൽ സ്കൂളിന് സ്വന്തമായി ആധുനിക സൗകര്യങ്ങളുടെ കെട്ടിടം യാഥാർത്ഥ്യമാക്കാൻ ബന്ധപ്പെട്ട അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ജനം, കോഴിക്കോട്.